കറന്റ് എക്സാക്ട് എന്റെ റൂമിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ. മൊത്തത്തിൽ അലങ്കോലായി കിടക്കാണ്. എന്നാ പിന്നെ നമുക്ക് ഈ റൂമിന്റെ ചായ മാറ്റിയാലോ? ക്ലീനിങ്ങിന്റെ ഫസ്റ്റ് തന്നെ നമ്മുടെ ടേബിളിൽ നിന്നാക്കാം. എന്തൊരു സാധനം ആയിക്കോട്ടെ, ഇനി അതൊരു ചവറാണെങ്കിൽ പോലും എന്റെ ടേബിളിൽ നിക്ഷേപിക്കാറാണ് പതിവ്. എന്നിട്ട് ടേബിൾ അങ്ങ് വൃത്തികേടാക്കും. അതിന് എന്റെ മാത്രം സ്വഭാവമാണോ അതോ നിങ്ങൾക്കും ഉണ്ടോ? ഓൾമോസ്റ്റ് അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലത്തെ വള്ളിക്കെട്ടുകളൊക്കെ വരുന്നതാണ് വലിയ തലവേദന. ഒരുപാട് വള്ളിക്കെട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും വോളിൽ സെറ്റ് ചെയ്തിട്ടില്ല. മടിയാണെന്നേ, മടിയെന്ന് തന്നെ പറയാം. പിന്നെ കൂട്ടത്തിൽ വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ ഏർപ്പെടുന്നത്. അങ്ങനെ ടേബിളിലെ എല്ലാ സാധനങ്ങളും ഞാൻ തൽക്കാലം ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഒരു ടവൽ വെച്ചതാ ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കുക. നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ ടേബിളിൽ. എല്ലാം ക്ലീൻ ആയി വന്നപ്പോൾ നല്ല വൃത്തിയുണ്ടായിരുന്നു. ടേബിൾ വൃത്തിയാക്കിയപ്പോ തന്നെ റൂം മൊത്തം വേസ്റ്റ് ആയിട്ടോ. ഇതൊന്നും അല്ല കേട്ടോ വേസ്റ്റ്. ഈ കാണുന്ന 4 കവർ നിറച്ചും വേസ്റ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ റൂം അടിച്ച് വാരലേ ഇല്ലേന്ന്. ഉണ്ട് ഗൈസ്, പക്ഷെ ഇത് ഇന്നത്തത് മാത്രമല്ല, ഒരു 2-3 ആഴ്ചത്തെ വേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് വന്നപ്പോ ബെഡിന്റെ നേരെ മുകളിൽ കാണുന്ന ഈ പോർഷനില്ലേ, അത് വൃത്തിയേടായി കിടക്കാൻ കേട്ടോ. വൃത്തിയേടാക്കിയത് ഞാൻ തന്നെയാണ്. കണ്ട വാൾ ഡെക്കോസ് ഒക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തും. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതെനിക്ക് എടുത്ത് ഒഴിവാക്കണം. അതെന്റെ ഒരു ശീലമായി പോയി. ഇവിടെ തൽക്കാലം ചുമരിലടിക്കുന്ന പെയിന്റ് ഒന്നും സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ കയ്യിലുള്ള അക്രിലിക് കളർ പെയിന്റ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പൊളിഞ്ഞു പോരാത്ത ഡബിൾ ടാപ്പിന് കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസുകൾ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരുവിധം കണ്ടാൽ അയ്യേന്നാരും പറയാത്ത കോലത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 3 ഫ്രെയിം ആണ് കേട്ടോ. ഈ 3 ഫ്രെയിം എനിക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇനി കുറച്ച് പോസ്റ്റേഴ്സ് ആണ് ഞാൻ മുമ്പ് വാങ്ങിച്ചതിൽ ബാക്കിയുള്ളതാണ് കേട്ടോ. അതും ഇവിടേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മുടെ സ്വന്തം വള്ളിക്കെട്ട് ഇതൊന്നും അല്ല കേട്ടോ, ഇഷ്ടം പോലെ ഇനി ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം. ഇനി ഇതാണ് എന്റെ ഫിഷ് ടാങ്ക്. എന്റെ ടേബിളിൽ ഒരു ഫിഷ് ടാങ്ക് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കേട്ടോ. മീനിനെ തൽക്കാലം ഞാൻ ഇവിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഫിഷ് ടാങ്ക് കഴുകാനായിട്ട്. മീനിനെ പിടിക്കാൻ പോയപ്പോൾ അവന്മാരുടെ പാച്ചിൽ കണ്ടിട്ട് എനിക്ക് ആകെ എന്തോ പോലെ തോന്നി. എന്നാ പിന്നെ ഇന്നും കൂടി കുടുംബത്തോടെ കഴിയട്ടെ, നാളെ പിടിച്ച് കുറച്ചെണ്ണത്തിന് മാറ്റണം. ഈ കുപ്പി ഉണ്ടോ, ഇത് ഞാൻ ഒരു വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാന്ന് കരുതി. കുപ്പിയൊക്കെ കഴുകി കുറച്ച് കല്ലുകളൊക്കെ കുപ്പിയിലോട്ട് ഇട്ട് കൊടുത്തു. നല്ല കളർഫുൾ കല്ലുകളാണ് കേട്ടോ, അതുകൊണ്ട് നല്ല ഭംഗി കൊടുക്കും. ഇനി നമുക്ക് കുറച്ച് 3/4 ഭാഗത്തോളം വെള്ളം നിറയ്ക്കാം. എന്നിട്ട് നമ്മുടെ മണി പ്ലാന്റിന് വീണ്ടും ജീവൻ കൊടുക്കാം. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇതുപോലെ ജീവൻ പോവാനാകുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ഇതെന്റെ ലൈഫിൽ ഒരു പ്രോസസ് ആയിപ്പോയി. അവസാനം എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിലിടാം, പാർട്ട് 2.